2026 ഭൂമി ഒരു അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതും സാധാരണ എൽ നിനോയേക്കാൾ കരുത്തനായ ഒരു സൂപ്പർ എൽ നിനോയുടെ വരവോടുകൂടി. ഒരു ദശാബ്ദത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു വില്ലൻ എൻട്രിയാണിത്. സാധാരണ എൽ നിനോ പ്രതിഭാസത്തേക്കാൾ ആഘാതം 10 മടങ്ങ് കൂടുന്ന ഒന്നാണിത്. ലളിതമായി പറഞ്ഞാൽ, പസഫിക് സമുദ്രത്തിന്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽ നിനോ എന്ന് വിളിക്കുന്നത്. ഈ അതിമാരകമായ താപവർദ്ധനവ് ആഗോളതലത്തിൽ തന്നെ അന്തരീക്ഷ ചംക്രമണത്തെ അപ്പാടെ മാറ്റിമറിക്കും. ഇത് പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്കും ഒരുപക്ഷെ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പുതിയ അധ്യായത്തിനും വഴിമരുന്നിട്ടേക്കാം. 2015-2016 കാലഘട്ടത്തിൽ നാം കണ്ട റെക്കോർഡ് ഭേദിച്ച എൽ നിനോയേക്കാൾ കരുത്തനായിരിക്കും 2026 വരാനിരിക്കുന്നതെന്നാണ് ശാസ്ത്രലോകത്തിന്റെ ഭയം. അത്രയ്ക്ക് തീവ്രമായിരിക്കും ഇതിന്റെ ആഘാതമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ എൽ നിനോ നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ സൂപ്പർ എൽ നിനോ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. സ്കൈമെറ്റ് വെതറിന്റെ റിപ്പോർട്ട് പ്രകാരം 2026 ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് നമ്മൾ ബിലോ നോർമൽ മൺസൂൺ എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാർഷിക വിളകളെയും ഭക്ഷ്യോൽപാദനത്തെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നത് ചിന്തിച്ച് ഭയപ്പെടാൻ പോലും വയ്യ എന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും ഈ കാലാവസ്ഥാ പ്രതിഭാസം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ലോകം മുഴുവൻ അതിന്റെ പ്രകമ്പനങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കഠിനമായ ചൂട്, ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും കൊടും വരൾച്ച, പെറു, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം. ലോകം മുഴുവൻ ഒരു കാലാവസ്ഥാ മാറ്റം കാണാൻ നമ്മൾ നിർബന്ധിതരാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. ആഗോളതാപനം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എൽ നിനോയുടെ ആഘാതം ഇരട്ടിക്കുമെന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇനിയുള്ള വർഷങ്ങൾ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെയും പ്രകൃതിയോട് കൂടുതൽ ഭയത്തോടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ പ്രവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നതും കാർഷിക ഉൽപാദനം ഇടിയുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തളർത്തും. വടക്കേ ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകളെ പോലും ഈ മാറ്റങ്ങൾ സ്വാധീനിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ 2026 വരാനിരിക്കുന്ന സൂപ്പർ എൽ നിനോ കേവലം ഒരു കാലാവസ്ഥാ വാർത്തയല്ല, മറിച്ച് കൃഷി, ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധി തന്നെയാണ്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും ജലസംരക്ഷണ നടപടികളും മാത്രമേ ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുകയുള്ളൂ. എന്തായാലും പുതിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത്തരത്തിൽ സൂപ്പർ എൽ നിനോയുടെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് കാലാവസ്ഥയെ വളരെയധികം ബാധിക്കും. അതിമാരകമായ വരൾച്ചയാണ് വരാനിരിക്കുന്നത് എന്നാണ് പറയുന്നുണ്ട്. അതേസമയം 2015-16 കാലഘട്ടത്തിൽ കൊടും ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് എൽ നിനോ വരാനിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.